بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم من سبيله ذلكم وصاكم به لعلكم تتقون. ولا تكف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. تزود من التقوى فإنك لا تدري إذا جل ليلها تعيش إلى الفجر. وكم من سليم مات من غير علة وكم من سكين عاش من الدهر وكم من فتى يمشي ويصبح آمنا فقد رصدت أكماله وهو لا يدري. أترضى أن تكون رفيق قوم لهم زاد أنت بغير زاد. കടവത്തൂർ മുജാഹിദ് ആദർശ സംരക്ഷണ വേദിയുടെ കീഴിൽ ഈ പ്രദേശത്തെ സംഘടിപ്പിച്ചിട്ടുള്ള
മതപ്രഭാഷണ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ കാരണവന്മാരെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവരായ നാട്ടുകാരെ, മുജാഹിദ് ആദർശ സംരക്ഷണ വേദിയുടെ കീഴിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാനുണ്ടായ പ്രത്യേകമായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഞാൻ കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ ഭൗതിക ആത്മീയ രംഗത്ത് കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടിലൂടെ കേരളത്തിലെ വിശിഷ്യ മുസ്ലിം സമുദായത്തിനും അതുപോലെ തന്നെ അന്യമതവിഭാഗങ്ങളിലെ സഹോദരങ്ങൾക്കും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തനതായ ആദർശം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹത്തായ ഇസ്ലാഹി പ്രസ്ഥാനം ഇന്ന് സമൂഹമധ്യത്തിൽ ഏറെ വിമർശനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെയും സമൂഹത്തിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെയും അധാർമിക പ്രവണതകൾക്കെതിരെയും ധാർമ്മിക മൂല്യങ്ങളെ കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ പ്രമാണത്തിന്റെ പിൻബലത്തിൽ സമൂഹത്തിന് ധാർമ്മിക ബോധം നൽകിക്കൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം സഹോദരങ്ങളെ, സമൂഹത്തിൽ യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടുവാനുണ്ടായ കാരണം ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സാമുദായിക താൽപര്യങ്ങൾ പരിഗണിച്ച് അതുപോലെ തന്നെ ഭൂരിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൂടെ നിന്നില്ല എന്ന ഒരൊറ്റ കാരണമാണ്. ഇന്ന് കേരളത്തിൽ അനവധി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർക്കൊന്നും ഏറ്റുവാങ്ങേണ്ടതില്ലാത്ത വിധം പ്രതിസന്ധികളിലൂടെ ഈ പ്രസ്ഥാനം ഇതിന്റെ ആദർശവൈരികൾ ഒരുമിച്ച് ഒരുപോലെ വിമർശിച്ച് മുന്നോട്ട് പോകുവാനുള്ള കാരണം 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തിന് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിത സന്ദേശവും ആധാരമായി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ആ രണ്ട് ആധാരങ്ങളെ വരതെറ്റാതെ പിന്തുടർന്നിട്ടുള്ള മഹാന്മാരായ സലഫ് സാലിഹുകൾ അവർ ലോകത്തിന് ഈ ആദർശം വളച്ചുകെട്ടില്ലാതെ കൈമാറി ഇനി ഒരു നബി വരേണ്ടതില്ലാത്ത വിധം, ഇനി ഒരിക്കലും ഒരു വേദഗ്രന്ഥം ഇറങ്ങേണ്ടതില്ലാത്ത വിധം ലോകാവസാനം വരെ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസകർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ
പഠിക്കുവാൻ പാകത്തിൽ അല്ലാഹു തആല അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്നുള്ള ഒരു വഹീനാൽ നമുക്ക് ഒരു വാചകം ഇതാ കേൾപ്പിച്ചു തരികയാണ്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അന്ത്യനാൾ വരെ ഹക്കിന്റെ മാർഗത്തിൽ ഒരു വിഭാഗം നിലനിന്നുകൊണ്ടേയിരിക്കും. അവരെ ആളുകളുടെ വിമർശനങ്ങളും അതുപോലെ തന്നെയുള്ള അനവധി പരിഹാസ്യങ്ങളും കേട്ടുപോകുമ്പോഴും അതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനെ ഒന്നും വകവെക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സംഘമുണ്ടാകും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ രൂപത്തിൽ കേരളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ആ പ്രവചനം നമുക്ക് കാണാൻ കഴിയുന്നത് മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലെ ഒരു സംഘം ആദർശബോധമുള്ള ആളുകൾ ഈ മഹത്തായ ആദർശം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഭൗതിക ഉപകരണമായ ഈ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് തന്നെ പ്രവാചകന്റെ ആ കൃത്യമായ വാക്ക് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധം അനവധി വിമർശനങ്ങളും ആരോപണങ്ങളും ആ കൊച്ചു സംഘം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ആദർശ ബോധയിൽ നിന്ന് മനസ്സുമെടുത്ത് മാറിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായി കൊണ്ടതാ അല്ലാഹുവിൽ നിന്ന് വഹീ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അനവധി കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫഇന്നഹും യഅശ്മിൻകും ബഅദീ ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എന്റെ കാലശേഷം സ്വഹാബത്തെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാം. ഈ ദീനിൽ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ, ധാരാളം ചിന്താധാരകൾ, അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ മുഖപൊട്ടി വരുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് അങ്കലാപ്പിലാകുന്ന ബേജാറാകണ്ട. വഅലൈക്കും ബിസുന്നതി. നിങ്ങൾ ആ സന്ദർഭത്തിലുള്ള സുന്നത്തിലേക്ക് മടങ്ങുക. ഏതാണ് സുന്നത്ത് സഹോദരങ്ങളെ? എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ ഭാര്യ കൂട്ടുകാരും എന്റെ കുടുംബങ്ങളും ഏത് ഭാഗത്താണ്, ആ ഭാഗത്ത് നിന്നുകൊണ്ട് അവർ പറയുന്ന ഖുർആനും സുന്നത്തും അല്ല. അതുപോലെ എന്റെ നാട്ടുകാർ ഭൂരിപക്ഷം ഏത് ഭാഗത്താ, അവർ പറയുന്ന ഖുർആനും സുന്നത്തും പിൻപറ്റണമെന്നാണോ? അല്ല. അല്ലെങ്കിൽ സഹോദരങ്ങളെ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പണ്ഡിതൻ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രസ്ഥാനത്തിന്റെ നേതാവ്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്റെ കൂട്ടുകാരൻ, അവരൊക്കെ ഏത് ഭാഗത്താ, ആ ഭാഗത്തേക്ക് നിങ്ങൾ നിൽക്കണമെന്നാണോ? അല്ല. മറിച്ച് ഖുർആനും സുന്നത്തുമാകുന്ന ഈ ആധാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അവരവിടെ ഇത്തരത്തിലത്തെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന പ്രസ്ഥാന താല്പര്യങ്ങൾ നിലനിർത്തുവാൻ, പ്രസ്ഥാനത്തെ ഏതെങ്കിലും ചില വ്യക്തികളുടെ ഭൗതിക താല്പര്യങ്ങൾ നിലനിർത്തുവാൻ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ പണിപ്പെടുന്ന ആളുകൾ ജനങ്ങളുടെ മുമ്പിൽ ആയത്തോടി ഹദീസ് ധരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ആ സുന്നത്തിലേക്ക് നിങ്ങൾ മടങ്ങണമെന്നല്ല. മറിച്ച് അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിലേക്ക് മടങ്ങണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് ശേഷം തൊട്ടു താഴേത വ്യക്തമായിക്കൊണ്ട് ആ മാർഗം നമുക്ക് മനസ്സിലാക്കുവാൻ ഒരു ഉരസുകന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയാണ്. സുന്നത്തുൽ ഖുലഫാഉ റാഷിദീൻ മഹ്ദിയീൻ. ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? എന്നിൽ നിന്ന് കൃത്യമായി ഖുർആനും സുന്നത്തും കേട്ട് അതനുസരിച്ചുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ച പരിശുദ്ധ ഇസ്ലാമിനെ തനതായ രൂപത്തിൽ നിരുപാധികം പിൻപറ്റിയ, അക്ഷരം പ്രതി പകർത്തിയിട്ടുള്ള ഉത്തമരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, ആ ഖുലഫാകളുടെ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അപ്പൊ ഖുർആനും സുന്നത്തും സലഫ് സാലിഹുകൾ സ്വീകരിച്ച പോലെ സ്വീകരിക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ടവരെന്ന് പറയുന്നു, അത് സ്വീകരിക്കുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അല്ലു അലൈഹാ ബിന്നവാജിദ്, അതിനെ നിങ്ങൾ അണപ്പല്ല് ചേർത്ത് കടിച്ചു പിടിച്ചോളൂ.
എന്താ ഉളിപ്പല്ലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതിരുന്നത്? പല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂർച്ചയുള്ള പല്ല് ഉളിപ്പല്ല. പക്ഷേ ഉളിപ്പല്ല് ചേർത്തുകൊണ്ടല്ല പറഞ്ഞത്, മറിച്ച് അണപ്പല്ല് ചേർത്തുക. കാരണം എന്താ? സഹോദരങ്ങളെ, താൻ ഉൾക്കൊള്ളുന്ന ആദർശത്തിൽ നിന്ന്, മതത്തിൽ നിന്ന് വഴുതിപ്പോകുന്ന, ചിതറിപ്പോകുന്ന എന്തെങ്കിലുമൊക്കെയോ ആയിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷം കടന്നു വരുന്ന ഒരു കാലഘട്ടമുണ്ടാകും. ആ കാലഘട്ടത്തിൽ അതിനെ തനതായ രൂപത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അണപ്പല്ല് ചേർത്ത് അതിനെ കഴിച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ അത് സഹോദരങ്ങളെ കുതറി ഒഴുകിപ്പോകുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടുകൂടി മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഏതാനും ചില ഗൗരവമേറിയ കാര്യങ്ങൾ ഇവിടെ LCD ക്ലിപ്പിംഗിന്റെ സഹായത്തോടുകൂടി കേൾപ്പിച്ചുകൊണ്ട് വിശദീകരിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളെ കൃത്യമായി നിങ്ങൾ സ്ക്രീനിൽ ഈ സംസാരത്തിലൂടെയും കാണുമ്പോൾ, കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, ഇത് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി വന്നതാണ്, ഏതെങ്കിലും ചില നേതാക്കന്മാരെ തേജോധം ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നൊരിക്കലും തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. മറിച്ച് തനതായ പരിശുദ്ധ ഇസ്ലാം ഏറെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ രൂപത്തിൽ അതിനെ വളച്ചുകെട്ടില്ലാതെ അവതരിപ്പിക്കുവാൻ യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കേണ്ട സംഘടന കേരള ജംഇയ്യത്തുൽ-ഉലമാ എന്ന മഹത്തായ പണ്ഡിത സംഘടന കീഴിൽ രൂപീകരിക്കപ്പെട്ട KNM അതിന്റെ കീഴ്ഘടകവുമാണ്. ഈ സമൂഹത്തിന് രോഗം മനസ്സിലാക്കി ചികിത്സിക്കുവാൻ നമ്മളല്ലാതെ മറ്റൊരു സംഘടനയില്ല സഹോദരങ്ങളെ. പക്ഷേ ആ നാം തന്നെ നമ്മെ വിമർശിച്ചിരുന്ന ആദർശ വൈദികരുടെ തനതായ ശൈലിയിലേക്ക് തരണ്ടായുകയും അവരുടെ ചട്ടുകമായി മാറുകയും അവർക്ക് ഇഷ്ടപ്പെട്ടുന്ന രൂപത്തിലേക്ക് നമ്മൾ കാര്യങ്ങളെ മാറ്റിക്കൊണ്ട് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ സലഫ് സാലിഹുകൾ സ്വീകരിച്ച മാർഗത്തിൽ നിന്നോ ബഹുദൂരം അകന്നുകൊണ്ട് പ്രമാണങ്ങളെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്നോണം വരെ പുലർത്തി പോന്നിട്ടുള്ള തനതായ ആദർശ ശൈലിയിൽ നിന്ന്, സലഫുകളുടെ മാർഗത്തിൽ നിന്ന് കേവലം ഭൗതിക താല്പര്യങ്ങളിലേക്ക് നീങ്ങിപ്പോയ ചില ആളുകളോ അവർ ഈ പ്രസ്ഥാനത്തിനകത്ത് ഏകാധിപത്യത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളോ അതിനെയാണ് അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ടത്, പിന്തുണക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ ഈ മഹത്തായ ആദർശത്തെ സഹോദരങ്ങളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ വികൃതമാക്കുവാൻ പണിപ്പെടുന്ന ആളുകളുടെ കൂടെയല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് ഈ മഹത്തായ ആദർശം കൃത്യമായി നാം ഉൾക്കൊണ്ട് നാം ലോകർക്ക് മാതൃകേയവരായി മാറി നമ്മിലൂടെ ഈ സമൂഹത്തിന് അതുപോലെ തന്നെ ഈ മനുഷ്യകുലത്തിന് യഥാർത്ഥമായ അതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു എന്ന് ഇങ്ങനെ ലോകത്ത് വളച്ചുകെട്ടില്ലാതെ ആദർശങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ആ സംഘം യഥാർത്ഥത്തിൽ സമൂഹത്തിന് മുമ്പിൽ പുത്തൻവാദികളായി അറിയപ്പെടും, അപരിചിതരായി അറിയപ്പെടും. പല വിമർശനങ്ങളിലൂടെ, പല പേരുകളിലൂടെ അവർ പരിഹാസ്യരായി അറിയപ്പെടുമെന്ന് റസൂൽ പറയാണ്. ഇസ്ലാം കടന്നു വന്നത് ഒരു പരദേശിയെ പോലെയാണ്. ഈ നാട്ടിലേക്ക് ഒരു പ്രത്യേക വേഷവും ആഹഭാവവും സ്വീകരിച്ച് ഒരു മനുഷ്യനിങ്ങോട്ട് കടന്നു വന്നാൽ എല്ലാവരും അയാളെ കണ്ണു കൂർപ്പിച്ച് കാതു കൂർപ്പിച്ച് ഒരു പ്രത്യേകമായ എന്തോ ഒരു രൂപത്തിൽ നോക്കിക്കാണും. ആ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹുമായി മക്കായിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമൂഹം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ മഹത്തായ തൗഹീദിന്റെ ആദർശം അവർക്ക് പുതുമയുള്ളതായി തോന്നി. അത് സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായി തോന്നി. അതുകൊണ്ട് അനവധി പീഡനങ്ങളും പ്രയാസങ്ങളും അതിന്റെ പേരിൽ റസൂൽ ഏറ്റുവാങ്ങി. പക്ഷേ 23 വർഷക്കാലം കൊണ്ട് പരിശുദ്ധ ഇസ്ലാം പടർന്ന് പന്തലിച്ചു പുഷ്പിച്ചു കായിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ആ നയനാനന്ദകരമായ രംഗം കണ്ട് വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തുടർന്ന് പറയുന്നു, അതുപോലെ ഇനിയും ഒരു അപരിതാവസ്ഥ പരിശുദ്ധമായ ഇസ്ലാം തനതായ രൂപത്തിൽ പറയുമ്പോൾ ആ പറയുന്ന വിഭാഗം ഏറ്റുവാങ്ങുമെന്നാണ്. സത്യത്തിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദർശബോധമുള്ള പണ്ഡിതന്മാരും എഴുത്തുകാരും പ്രവർത്തകരും ഈ സമസ്തയിലെ അതുപോലെ മടവൂരികളിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരിലെ ഒക്കെ ആളുകളിൽ നിന്ന് ഏറ്റുവാങ്ങിയിരുന്ന വ്യത്യസ്ത പേരുകളുണ്ട്. ആ പേരുകളുടെ കൂടെ ഇപ്പോൾ അകത്തുനിന്ന് തന്നെ അതാ സഹോദരങ്ങളെ ജിന്നു പോകുന്നു, ജിന്നൂരിയത പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പരിഹസിക്കുന്ന ആ ഒരവസ്ഥ അകത്തു തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത്
ഇതിൽ നമ്മൾ സന്തോഷിക്കാൻ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുന്നു, അത്തരക്കാരായ അപരിഷ്കൃതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ദീനിനെ വളച്ചുകെട്ടില്ലാതെ ജനങ്ങളിലേക്ക് അറിയിച്ചു കൊടുക്കുന്ന ആ ഒരു അപരിചിതരായ ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തആല നൽകിയ സന്തോഷ വാർത്ത റസൂൽ പറയുന്നു, ഫതൂബാ ലിൽ ഉറബാ, അവർക്കിതാ ഞാൻ സ്വർഗത്തിന്റെ തൂബ എന്ന കവാടം കൊണ്ട് വെൽക്കുന്നേരുന്നു. അവരാരാണ്? വൃത്തികെട്ട ധാരാളം ആളുകൾക്കിടയിൽ കറകളഞ്ഞ ഒരു സംഘം മാത്രമാണ്. എന്താണ് വൃത്തികെട്ടവരെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശ്വാസകർമാചാരാനുഷ്ഠാനങ്ങളിൽ പ്രമാണം സ്വീകരിക്കുന്നതിൽ സഹോദരങ്ങളെ അങ്ങേയറ്റം അടിമപ്പെട്ടു പോയ ആളുകളിൽ നിന്ന് കറകളഞ്ഞ ഒരു സംഘമാണുങ്ങളാണ്. അവരുടെ മുഖ്യമായ ഡ്യൂട്ടി എന്താ? എന്റെ സുന്നത്തുകൾ കേടുവരുമ്പോൾ അതിന് ഇസ്ലാഹ് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഈ സംഘത്തെ, ഈ കൊച്ചു പാർട്ടിയെ യഥാർത്ഥത്തില് പല രൂപത്തിലും വിമർശിക്കുന്ന, അപരിഷ്കൃതമായി തോന്നുന്ന ഒരവസ്ഥാവിശേഷം കടന്നു വരുമെന്ന പ്രവാചകന്റെ വാക്ക് ഇന്ന് കേരളത്തിൽ ആദർശ സംരക്ഷണവുമായി ഈ മഹത്തായ സംഘടനയെ സംരക്ഷിച്ച് ആദർശവുമായി മുന്നോട്ട് പോകുന്ന ഒരു ന്യൂനപക്ഷം ഏറ്റുവാങ്ങുന്നു എന്ന കാര്യം യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷകരമാണ്. അതുകൊണ്ട് നമ്മെ നിങ്ങൾ വിമർശിച്ചോളൂ, നമ്മെ അങ്ങേയറ്റം സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിക്കോളൂ. ഏതൊക്കെ രൂപത്തിൽ ശുദ്ധാരോപണം നടത്തി മുവഹിദുകളെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചാലും ഒരിക്കലും തന്നെ പടച്ച തമ്പുരാന്റെ സഹായം അവർക്കുണ്ടാകും. നാളെ പാരത്രിക ലോകത്ത് യഥാർത്ഥത്തിൽ നിന്ദ്യരായി കരുതപ്പെട്ടവർ, അതുപോലെ തന്നെ അവഗണിക്കപ്പെട്ടവർ, പരിഹാസ്യരായ ആളുകൾ ഉന്നതമായ പദവികളിലും പറുദൂച്ചകളിലും അംബിയാ മുർസലുകളുടെ കൂടെ, സിദ്ദീഖ് ശുഹദാ സ്വാലികളുടെ കൂടെ നല്ല ഒരു അന്തരീക്ഷത്തിലെത്തും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ കാര്യം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നാം ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഇസ്ലാഹി പ്രസ്ഥാനവും പുതിയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ പറയുമ്പോൾ അത് കേൾക്കാൻ വേഗം എത്തണം എന്ന് ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിൽ അദീമിൽ ഖുദ്റത്തി വശാൻ شديد البطش والبرهان حافظ الدين والقرآن. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഈ കടവത്തൂരിൻ്റെ പ്രദേശത്തു നിന്നും മുജാഹിദ് ആദർശ സംരക്ഷണ വേദി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിനെ തൃപ്തിപ്പെട്ട മതമായി നാം നിരുപാധികം അംഗീകരിക്കുകയും അതിൻ്റെ ആധാരമായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മുടെ മുമ്പിൽ ആജ്ഞാപിച്ചിട്ടുള്ള, പ്രഖ്യാപിച്ചിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ള
ഇസ്ലാമിലെ വിശ്വാസങ്ങളെയും കർമാനുഷ്ഠാനങ്ങളെയും പരിപൂർണമായും നാം അംഗീകരിക്കുകയും പിൻപറ്റുകയും അത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് തനതായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ മുസ്ലിമിൻ്റെയും ഉത്തരവാദിത്വം. എന്നാൽ വ്യത്യസ്ത കക്ഷികളായി ചിന്താധാരകളായി ചിതറി തികച്ചും ഭൗതിക താൽപര്യങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു ന്യൂനപക്ഷം മാത്രം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നിന്ന് താക്കീത് നൽകിയിട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് സമൂഹത്തിന് ദിശാബോധം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു കേരളത്തിലും നാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു കൊച്ചു സംഘം ഈ മാർഗത്തിൽ അനവധി പീഡനങ്ങളും പ്രയാസങ്ങളും വിമർശനങ്ങളും കേട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ ആദർശബോധമുള്ള ഒരു സംഘം മുജാഹിദുകൾ എന്തുകൊണ്ടാണ് നിർബന്ധിതരായത് എന്ന് ചോദിച്ചാൽ, വളരെ ചുരുങ്ങിയ ഈ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുനിന്ന് തന്നെ സംഘടനയെ തങ്ങളുടെ ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തിന് അകത്ത് ഇതിന്റെ സകല സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഈ മഹത്തായ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനനുസൃതമായ ഒരു ജനവിഭാഗത്തെ ഇതിന്റെ അകത്തു തന്നെ വളർത്തിയെടുക്കുകയും എന്നിട്ട് ആദർശത്തെക്കാൾ സംഘടനയുടെ ഭദ്രതക്കാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ട് സംഘടന എന്തു പറഞ്ഞോ, സംഘടനയുടെ നേതാക്കന്മാർ എന്തു പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുക എന്നതിനപ്പുറം തെളിവും ന്യായവും ഒന്നും നോക്കേണ്ടതില്ല എന്ന് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് തഖ്ലീദി ചിന്താഗതി മാറ്റിക്കൊണ്ട് അവരെ ചിന്തിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന ഈ പ്രസ്ഥാനത്തിൽ തന്നെ ഏതാനും ചില വ്യക്തികൾ അങ്ങനെ പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ഒരു ജനവിഭാഗത്തെ അവർ വളർത്തിയെടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി അവർ കേരളത്തിൽ മുജാഹിദ് മഹല്ലുകൾക്കിടയിൽ ഭിന്നിപ്പും ചേരിത്തിരിവും ഉണ്ടാക്കി. അങ്ങനെ തമ്മിൽ കണ്ടാൽ സലാം ചെല്ലാത്ത, തലതാഴ്ത്തി പോകുന്ന ഒരു ദുരവസ്ഥ വരെ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പക്ഷേ അത് പരിപൂർണമായും ഈ മണ്ണിൽ വേരുറച്ച് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ കാർന്നു തിന്നുന്നതിന് മുമ്പ് ആ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി സഹോദരങ്ങളെ മുജാഹിദുകൾക്കിടയിൽ തന്നെ ഉത്ബോധനങ്ങൾ ശക്തമായി നിർവഹിക്കുവാൻ അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് ആദർശബോധമുള്ള പണ്ഡിതന്മാരും എഴുത്തുകാരും പ്രവർത്തകരും സടകുടഞ്ഞെഴുന്നേറ്റു എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച രൂപത്തിൽ അത് ക്ലിക്കാകുന്നില്ല. എന്നാൽ ഇവിടെ നിർജീവമായി കടന്നിരുന്ന സമസ്തക്കാരും അതുപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന, അങ്ങനെ ഇതിനകത്ത് തന്നെ സമാന്തരമായ അനവധി സംരംഭങ്ങൾ ഉണ്ടാക്കി ആദർശപരമായും സംഘടനാപരമായും അനവധി തിരുമറികൾ നടത്തി ഈ മഹത്തായ പ്രസ്ഥാനത്തെ കീറിമുറിച്ച് പുറത്തുപോയവർ, നിലനിൽപ്പില്ലാതെ അനവധി കാര്യങ്ങൾ ആരോപിച്ച് നിലനിൽപ്പിന് വേണ്ടി ദാഹിച്ച് കേരളത്തിൽ ഓടി നടന്ന അവസാനം ആയുധം വെച്ച് കീഴടങ്ങിയ സന്ദർഭത്തിൽ ഈ പറഞ്ഞ വിഭാഗം നിലനിൽപ്പിന് വേണ്ടി ആ പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ എടുത്തുദ്ധരിച്ചപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും അതൊരു ആവേശമായി, നിലനിൽപ്പിനുള്ള ഒരു തണലായി. അതിന്റെ ഭാഗമായി ഇവിടെ കേരളത്തിൽ ഈ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനത്തെ ശിർക്ക് ഇത്രയും കാലം മുജാഹിദുകൾ പറഞ്ഞിരുന്നത് മുഴുവനും ഈ ശിർക്ക് കലർന്ന വിശ്വാസമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകളെ കവലകളിൽ, അങ്ങാടികളിൽ,
ലോകത്തിന് മുമ്പിൽ ഏറ്റവും മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുവാൻ ഈ തരത്തിലുള്ള കോക്കസ് പ്രവർത്തനം കാരണമായി മുജാഹിദ് പ്രസ്ഥാനത്തെ തട്ടിക്കളിക്കുന്ന ഒരു കൈപ്പന്ത് പോലെ ആർക്കും പരിഹസിക്കുവാൻ കഴിയുന്ന ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എന്നതാണ് സത്യത്തിൽ ഈ നൈമിഷികമായ ദുനിയാവിന്റെ താൽക്കാലികമായ നിലനിൽപ്പിന് വേണ്ടി ഏതാനും ചില വ്യക്തികൾ കാണിച്ച കളി മൂലം ഇവിടെ ഉണ്ടായത് എന്ന് ഖേദകരമായ ഒരു വസ്തുത ആമുഖത്തിൽ തന്നെ ഞാൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്ക് ഗൗരവത്തോടുകൂടി മുജാഹിദ് സദസ്സിൽ ഈ പ്രത്യേകമായ ആനുകാലിക പശ്ചാത്തലത്തിൽ ഒരു ആയത്തുണർത്തുവാറുണ്ട്. സത്യത്തിൽ ഇത് നമ്മൾ ഉണർത്തുവാറുള്ളത് സമസ്ത മുസ്ലിയാക്കന്മാരുടെ അനവധി ആരോപണങ്ങൾ കേട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉപദേശങ്ങൾ വയലുകൾ കേൾക്കാതെ മാറിപ്പോകുന്ന സമൂഹത്തിന് മുമ്പിലാണ് പൊതുവെ നമ്മളത് ഓതാറ്. പക്ഷേ ഇന്ന് അവരെ വിട്ട് നമുക്ക് വേണ്ടി തന്നെ ഓതേണ്ട ഒരു ഗതികേടിലേക്ക് സത്യത്തില് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 17-18 ആയത്ത്, ഫബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് നബിയെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. ആരാണ് അടിമകള്? അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹുമുൽ അൽബാബ്. ആരാണ് അടിമകൾ? വാക്കുകൾ എല്ലാം ശ്രദ്ധിച്ചു കേട്ട് അതിലേറ്റവും പ്രാമാണികമായതിനെ പിൻപറ്റുന്ന, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീനാൽ നമുക്ക് എത്തിച്ചെന്ന ഖുർആനും സുന്നത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളച്ചുകെട്ടില്ലാതെ സലഫ് സ്വാലികളുടെ മാർഗം പിൻപറ്റിക്കൊണ്ട് ആരാണോ അവതരിപ്പിക്കുന്നത് ആ അവതരിപ്പിക്കുന്ന വിഭാഗത്തോടൊപ്പം ആ സത്യസന്ധന്മാരോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് കൃത്യമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർ ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവരാകുന്ന യഥാർത്ഥത്തിൽ ഹിദായത്ത് കിട്ടിയവർ, വഉലൈക ഉലുൽ അൽബാബ്, അവർ തന്നെയാകുന്ന ബുദ്ധിമാന്മാർ എന്നാണ്. പക്ഷേ ഇന്ന് കേൾക്കാൻ പോകരുത്. അത് നമ്മുടെ ഔദ്യോഗികമായ വേദിയിൽ സംഘടിപ്പിച്ച പരിപാടിയല്ല. അത് യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രസ്ഥാനം പുറത്താക്കിയ ചില ആളുകളാണ്, അല്ലെങ്കിൽ സസ്പെൻഷനിൽ പോയ, അല്ലെങ്കിൽ പിന്നെ പുറത്താക്കാതെ വേദികൾ പങ്കിടാൻ പാടില്ല എന്ന് താൽക്കാലികമായി നിർദ്ദേശിക്കപ്പെട്ട ആളുകളാണ് എന്നൊക്കെ ഖുതുബകളിലൂടെയും അതുപോലെ തന്നെ പള്ളിക്കുള്ളിലും അതുപോലെ മീറ്റിംഗ് വിളിച്ചുമൊക്കെ പറയുന്നൊരു ദുരവസ്ഥ. ഇതിന് പകരമായി പല ക്ലാസുകളും പലതരത്തിലുള്ള പരിപാടികളും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സഹോദരങ്ങളെ നടത്തുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. പോസ്റ്ററുകൾ ചീന്തുക, ആരോപണങ്ങൾ, ഒരുപാട് വിമർശനങ്ങൾ വീടുകളിലും അങ്ങാടികളിലും പോയി പ്രചരിപ്പിക്കുക എന്നതൊക്കെ യഥാർത്ഥത്തിൽ എല്ലാ വാക്കുകളും കേട്ട് നല്ലത് പിൻപറ്റണമെന്ന് ജനങ്ങളോട് പറയുന്ന ആ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തു തന്നെ ഇത്തരത്തിൽ സംഘടനാ സങ്കുചത്വം തലക്ക് കയറിയ ആളുകളിൽ വന്നുപോയി എന്ന ഖേദകരമായ ഒരു വസ്തുത ആമുഖത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള പൗരോഹിത്യം തീർത്ത ചങ്ങലക്കെട്ടുകളിൽ അകപ്പെട്ടു പോയി തെറ്റിദ്ധരിച്ച് നമ്മുടെ വാക്കുകൾ കേൾക്കാതെ പാരമ്പര്യ അന്ധവിശ്വാസത്തിൽ നിലനിൽക്കുന്ന ആളുകളോട് നാം പറയാറുള്ള ആ ഒരു ഉപദേശം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ മഹല്ലുകളിൽ വരെ പറയേണ്ടി വന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം, എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വളച്ചുകെട്ടില്ലാതെ നേർക്കുനേരെ എന്റെ വിഷയത്തിലേക്ക് കയറുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ മഹത്തായ കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ ലേബിളിൽ ഞാൻ ഈ പറഞ്ഞ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ശിർക്ക് ആരോപണവുമായി കേരളത്തിലുടനീളം 10-38ഓളം ആദർശ വിശദീകരണ യോഗമെന്ന് പറഞ്ഞ് മഹത്തായ സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായി സമ്മേളന പ്രചരണമോ ആദർശമോ ഒന്നും പ്രബോധനം ചെയ്യാതെ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുന്ന ഒരു വിഭാഗം ശിർക്കിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് നവയാഥാസ്ഥികതയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും എന്നിട്ട് വെല്ലുവിളികളെ അതിജീവിച്ച മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് സ്വന്തം ബാനർ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. സത്യത്തില് ഈ ബാനർ കാണുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കോക്കസുകാരോട് പറയാനുള്ളത് എന്താന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ കള്ളൻ കപ്പലിൽ തന്നെയാണ്. സത്യത്തില് ഒരു വലിയ വീട് കുത്തിത്തുറന്ന് പണവും ആഭരണവും എല്ലാം കവർന്ന് ഒരു കള്ളൻ പുറത്തു ചാടിയപ്പോ ഉടനെ ലൈറ്റിട്ട് ആളുകൾ അറിഞ്ഞു, കൂട്ടമായി കള്ളൻ അകത്തുകൂടെ പുറത്തേക്കെത്തി
റോഡിൽ ബ്ലോക്കായി നിൽക്കുന്ന അല്ലെങ്കിൽ കള്ളനെ പിടിക്കാൻ വേണ്ടി കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് കള്ളൻ വന്ന് ഓടിപ്പോകുന്ന ഒരാളെ ചൂണ്ടിയിട്ട് പറഞ്ഞാൽ ആ കള്ളൻ, അങ്ങനെ എല്ലാവരും കൂടെ കള്ളനെ പിടിക്കാൻ പോയി. യഥാർത്ഥ കള്ളൻ കൂട്ടത്തിലുള്ളത് എന്ന് പറഞ്ഞ പോലെ സത്യത്തില് ഈ വെല്ലുവിളിയെ അതിജീവിച്ച മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ബാനർ വെക്കുമ്പോൾ സത്യത്തിൽ സഹോദരങ്ങളെ അകത്തളങ്ങളിലാണ് യഥാർത്ഥത്തില് മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉള്ളത് എന്ന വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ അത് മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? വെല്ലുവിളികൾ അതിജീവിച്ച മുജാഹിദ് ആദർശം എന്ന് കൊടുത്തു. അപ്പോ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞ ആമുഖത്തിൽ സംഘടനയാണ് ആദർശത്തെക്കാൾ പ്രാധാന്യം നൽകേണ്ടത് എന്ന ഒരു അന്ധമായ തഖ്ലീദി ചിന്താഗതി അബ്ദുറഹ്മാൻ സലഫി അടങ്ങുന്ന ടീം കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവരുടെ ചട്ടുകങ്ങളായി കേരളത്തിൽ വർദ്ധിച്ചു പോന്ന പാവപ്പെട്ട കാര്യങ്ങൾ അറിയാത്ത ചില നേതാക്കന്മാർ, സെക്രട്ടറിമാര് അവർ എന്തു ചെയ്തു എന്നറിയുന്നത്? ശിർക്ക് പുറത്താക്കപ്പെട്ട സക്കരിയ സ്വലാഹിയെ, ആ സക്കരിയ സ്വലാഹിയെ സംരക്ഷിക്കുകയും അതോടൊപ്പം കേരളത്തില് ഈ മഹത്തായ പ്രസ്ഥാനം ആദർശം പ്രബോധനം ചെയ്യാനുള്ള ഭൗതിക ഉപകരണമാണ്, അതുകൊണ്ട് ഈ ഉപകരണം നശിപ്പിക്കുവാൻ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള താല്പര്യത്തിന് വേണ്ടി ആദർശ സംരക്ഷണ വേദി സംഘടിപ്പിക്കുകയും ചെയ്തു. സത്യത്തില് നമ്മുടെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ മടവൂരികൾ പുറത്തുപോയ പോലെ ഒരു NMK ഒക്കെ സക്കരിയ സ്വലാഹി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മർക്കസ് ദഅവ മടവൂരികള് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകളുടെ പണം പിരിച്ച് രജിസ്റ്റർ ചെയ്ത പോലെ സ്വന്തമായി ട്രസ്റ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത വല്ല ബിൽഡിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഒരു യുവജന വിഭാഗമൊക്കെ ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ പുറത്താക്കിയാല് സത്യത്തിൽ ഒരു ചൂണ്ടൽ കുളത്തിലെ ഇര മാത്രമാണല്ലോ സക്കരിയ സ്വലാഹി. ആ സ്വലാഹിയെ ഇരയാക്കി ഇട്ടുകൊടുത്താൽ അതിന്റെ പിന്നാലെ ചില ആളുകളൊക്കെ ഇറങ്ങിപ്പോയ നമുക്ക് സുഖസുന്ദരമായ പ്രസ്ഥാനത്തെ അടക്കി ഭരിക്കാമെന്ന് വിചാരിച്ച ഏതാനും ചില ഈ കുബുദ്ധിക്കാർ അവരെ ഉദ്ദേശിച്ചതും ചിന്തിച്ചതും ഒക്കെ പാളിപ്പോയി. കാരണം എന്താ? അദ്ദേഹം പുറത്തേക്കിറങ്ങി മഹത്തായ ആദർശ പ്രസ്ഥാനത്തിലെ പടയാളികളോടൊപ്പം മനസ്സും ശരീരവും ചേർത്ത് ഈ പ്രസ്ഥാനം പുലർത്താൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാ മുന്നോട്ട് പോയത്. അപ്പൊ ഇവർ ഉദ്ദേശിച്ചത് പാളിപ്പോയി എന്ന് കണ്ടപ്പോ തോണി മറിഞ്ഞ പിന്നെ നല്ലത് പുറമാണല്ലോ. അപ്പൊ പുറമാണ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ സഹോദരങ്ങളെ വെല്ലുവിളികളെ അതിജീവിച്ച മുജാഹിദ് പ്രസ്ഥാനം എന്ന ബാനറില് ഒരു ഗംഭീര പരിപാടി നടത്തിയതിലെ ആമുഖത്തിൽ നമ്മുടെ ബഷീർ ഫാറൂഖി എന്ന് പറയുന്ന നിങ്ങൾക്ക് പരിചയമുള്ള സാധുവാണ് സ്വാഗതം പറഞ്ഞത്. ഈ സ്വാഗതത്തിൽ മൂപ്പര് പറഞ്ഞുപോയി എന്ത് കാര്യങ്ങള്? സുബൈർ മങ്കട പോയ പോലെ സ്വലാഹി പോയി. അങ്ങനെ അവസാനം നമ്മള് പിന്നെ നാസർ പിന്നെ എന്താണ് കേരളത്തില് ആദ്യമായി ISSുമായി വന്നു, പിന്നീട് PDPM ഒക്കെ ആയി വന്ന മഅദനി അങ്ങനെ ഔട്ടായ മാതിരിയാണ് ഔട്ടായി ഒരു മൂലക്കൽ ഇരിക്കുന്നാണ് സത്യത്തില് ഇവർ വിചാരിച്ചത്. അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ ആളുകളെല്ലാം കൂടെ സുബൈർ മങ്കടയുടെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുത്ത് മൂപ്പര് സംഘടനക്കെതിരുള്ള ആളാണ്, സംഘടന തിന്മയുള്ള വാദക്കാരനാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം എന്ന് ചില ആളുകൾ വിചാരിച്ചു. ചിലരൊക്കെ അതിനു വേണ്ടി ചിലരൊക്കെ താല്പര്യപ്പെട്ടു എന്നും ചില ആളുകളുടെ പ്രവർത്തനം കണ്ടപ്പോൾ നമുക്ക് തോന്നിപ്പോയി. പക്ഷേ അത് പാളിയ ആ ഒരു വൈരാഗ്യവും ആ ഒരു നിരാശാബോധവും ഉള്ളിൽ നിർത്തിയാണ് നമ്മുടെ ബഷീർ ഫാറൂഖി സ്വാഗത പ്രസംഗം തുടങ്ങിയത് തന്നെ. ഞാൻ ആ കേസറ്റ് കേട്ടപ്പോൾ എനിക്ക് ആമുഖത്തിൽ തന്നെ മൂപ്പരുടെ സംസാരം അങ്ങോട്ടാ പോണത്. അതൊന്ന് നിങ്ങൾ ആമുഖമായി കേട്ടോളൂ. നാം വെല്ലുവിളികളെ അതിജീവിച്ച മുജാഹിദ് പ്രസ്ഥാനം എന്നതാണ് നാം ടൈറ്റിലായി കൊടുത്തത്. അതിന് നേരെ ഘടകവിരുദ്ധമായി വെല്ലുവിളികളെ അതിജീവിച്ച മുജാഹിദ് ആദർശം എന്നാണ് ഇവിടെ ആദർശത്തിൻ്റെ വക്താക്കളായ ചില ആളുകൾ അവരുടെ പോസ്റ്ററുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5-8 വർഷങ്ങൾക്ക് മുമ്പ് സംഘടന വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു. അതേ ആദർശം തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ പ്രസംഗങ്ങളിലും അതോടൊപ്പം തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ്. കാരണം നമുക്കറിയാം,
അദ്ദേഹം ചില ആദർശങ്ങൾ അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുകയും ബുദ്ധിമുട്ടിക്കാതെ രൂപത്തിൽ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോവുകയുമാണ് ഉണ്ടായത്. പക്ഷേ അതേ ഏകദേശം 75% അതേ ആദർശം തന്നെ ഇന്ന് പരസ്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രസംഗിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഓതിവെച്ച ആയത്തൊക്കെ വളരെ കാലങ്ങളായി മുജാഹിദികൾ പരിചയമുള്ളതാണ്, പഠിച്ചതുമാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അത് നമ്മളോട് ഓതി തരികയാണ്. കാരണം എന്താ, നമ്മൾ അല്ലാഹു തആലക്ക് പുറമെ ജിന്നുകളെയൊക്കെ മലക്കുകളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓതി വെച്ചാണ്. ആ ആയത്തൊക്കെ വളരെ മുമ്പേ മുജാഹിദികൾ ഓതുകയും അത് കൃത്യമായി ഉൾക്കൊള്ളുകയും അതിന്റെ ആദർശത്തിൽ നിന്ന് വഴുതിപ്പോയ ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും അവരിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ആയത്തുകൾ ഓതണ്ട. അപ്പൊ ഇവിടെ നമ്മള് KNM കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബഷീർ ഫാറൂഖി വ്യാകുലതപ്പെടുന്ന എന്താ നിങ്ങള്, സുബൈർ മങ്കട പിരിഞ്ഞു പോയപ്പോ മൂപ്പരെ കൊണ്ട് ഒരു ഷർറും ഉണ്ടായിട്ടില്ല പ്രസ്ഥാനത്തിന്. അല്ലെങ്കിൽ ഈ രൂപത്തിൽ അധികാര കസേരയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും മൂപ്പരെ കൊണ്ട് ഉണ്ടായിട്ടില്ല. കാരണം മൂപ്പര് കുറെ ആളുകളെ ഒരു 5-8 പാക്കറ്റ് റൊട്ടിയും 4-5 ആടുകളൊക്കെ ആയിട്ട് മലമക്കാണ് പോയി. എന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഇൽമ് കേരളത്തിൽ ആർക്കുമില്ല, അതുകൊണ്ട് നമുക്ക് ഗൾഫിൽ പോയിട്ട് ഇൽമ് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് സംഘടന വിദഗ്ധാന്ന് പറയാൻ വേണ്ടി ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി. അവസാനം അതിൽ ഇഖ്ലാസ് ഇല്ല എന്ന് തോന്നിയപ്പോൾ കുറെ ആൾക്കാർ കൂടെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. സഹോദരങ്ങളെ, സത്യത്തിൽ അതുപോലെ സക്കരിയ സ്വലാഹിയും തൻ്റെ കുടുംബവും ജോലിയും ചുറ്റുപാടുമൊക്കെ ആയി മൂലയിൽ ഒതുങ്ങണം എന്നാണ് സാധുക്കൾ വിചാരിച്ചത്. പക്ഷേ ഇവിടെ സുബൈർ മങ്കട പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത് തികച്ചും അബ്ദുറഹിമാൻ സലഫി ഏതൊരു രൂപത്തിലാണോ മടവൂരികളെ പുറത്താക്കി ആ കസേരയിൽ ഇരിക്കാൻ ആഗ്രഹിച്ചത്, അതുപോലെ ഒരു കസേര അത്രയും ആഗ്രഹിച്ചു. അത് ജ്യേഷ്ഠന് ആണല്ലോ ആള്, ജ്യേഷ്ഠനേക്കാൾ വലിയ വിരുദ്ധനാണ് വരാൻ പോകുന്ന അനുജൻ മൂപ്പർക്കറിയാം. അതുകൊണ്ട് തന്നെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ കാല് മേലെ വെക്കാൻ പറ്റൂല എന്ന് തോന്നിയപ്പോൾ പാലം വലിച്ചതാ. ഇത് മനസ്സിലാക്കിയ സുബൈർ മങ്കട ഉന്നം പഴിച്ചുപോയി. അതുവരെ പോരാടിയത് ആദർശത്തിന് വേണ്ടിയാണെങ്കിൽ താൻ ഉദ്ദേശിച്ചത് പ്രസ്ഥാനത്തിൽ കിട്ടാത്തപ്പോൾ പിന്നെന്തായി, പിന്നെ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന നെഞ്ചത്ത് എന്ന് പറഞ്ഞ പോലെ മൂപ്പര് നേരം എന്ത് ചെയ്തു, പുറത്തേക്കാണ്ട് പോയിട്ട് പരമാവധി കിട്ടുന്ന ആൾക്കാരായിട്ടാണ് പോയി. അങ്ങനെ മൂപ്പര് ഒതുങ്ങി ജീവിക്കുകയാണ്. അതുപോലെ ഒരു ഒതുങ്ങി ജീവിക്കൽ സക്കരിയ സ്വലാഹിനും പ്രതീക്ഷിച്ചു. പക്ഷേ സക്കരിയ സ്വലാഹി സഹോദരങ്ങളെ നിസ്വാർത്ഥനാണ്, നിഷ്കളങ്കനാണ്, അധികാരമോഹിയല്ല. അദ്ദേഹം ഏകദേശം MSMന്റെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 35 കൊല്ലത്തെ ആ വിദ്യാർത്ഥി യൗവന കാലഘട്ടം മുഴുവനും MSMനും ISMനും പ്രവർത്തിച്ച് അങ്ങനെ കൃത്യമായി ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലുമൊക്കെ സെക്രട്ടറി ആയിട്ടും മറ്റു പലതരത്തിലുള്ള പിന്നെ പദവികളായും ഈ പ്രസ്ഥാനത്തിൽ പ്രബോധന മേഖലയിൽ തിളങ്ങി നിന്ന് അനവധി അന്ധവിശ്വാസത്തിന്റെ കോട്ടകൊത്തളങ്ങളെ ഖണ്ഡനങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ, അതുപോലെ തന്നെ തൂലികകളിലൂടെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സഹോദരങ്ങളെ വിമർശിച്ചു പോന്നിട്ടുണ്ട്. അതിന്റെ വമ്പിച്ച മാറ്റങ്ങൾ കേരളക്കര ആസ്വദിച്ചിട്ടുമുണ്ട്. ഇന്നും റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഒരു ഇഞ്ച് പോലും ആദർശത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല എന്ന് 10,000-കണക്കിന് മുജാഹിദ് പ്രവർത്തകർക്കും പണ്ഡിതന്മാർക്കും ബോധമുള്ളത് കൊണ്ടാണ് നിങ്ങൾ 3 ആളുകൾ മാത്രം ശിർക്കാരോപണമായി കേരളത്തിൽ ഓടി വീർത്തൊലിക്കേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം ബഷീർ മാസ്റ്റർ അടങ്ങുന്ന പരിപാടി നടത്തിയ നേതാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ വിചാരിച്ച കൊല്ലത്തിലാകാത്ത ഒരു പ്രശ്നമുണ്ട്. പിന്നെ മൂപ്പര് പറയുകയാണെന്ത്, സംഘടനയേക്കാൾ ആദർശത്തിന് പ്രാധാന്യം നൽകിയ ആളുകൾ പ്രമേയം വെച്ചത് അല്ലെങ്കിൽ അവർ വെല്ലുവിളി പിന്നെ അവര് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്താണ്, വെല്ലുവിളിയെ അതിജീവിച്ച മുജാഹിദ് ആദർശം എന്നാണ്. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം ആദർശമാണ്. ഈ ആദർശം പ്രബോധനം ചെയ്യാനുള്ള ഉപകരണം മാത്രമാണ് ഈ സംഘടന. എന്നാൽ ഈ സംഘടന നമുക്ക് തിന്മയാണോ? അല്ല, സംഘടന നിലനിൽക്കണം. കാരണം ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥത്തിൽ സംഘടന നമുക്ക് അനവധി ഭൗതികമായ സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ അത്യന്താപേക്ഷികമാണ്. അതൊരിക്കലും തന്നെ നമ്മൾ എതിർക്കേണ്ട കാര്യമല്ല. പക്ഷേ
സംഘടനയെ തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് കൊണ്ടുവരികയും ഏകാധിപത്യത്തിന് കീഴിലാക്കുകയും എന്നിട്ട് കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്ന പോലെ യഥാർത്ഥത്തിൽ മുസ്ലിയാർ പറഞ്ഞാൽ മുസ്ലിമിന് മതം എന്ന പൗരോഹിത്യം എപ്രകാരം ഇവിടെ സമസ്തക്കാര് ഊട്ടിയുറപ്പിച്ചോ അതുപോലെ ഏകാധിപത്യത്തിന് കീഴിൽ അവർ നിർദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഏതാനും ഈ 3-4 ആളുകൾ അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിൽ മുജാഹിദ് മഹല്ലുകൾ മാറണമെന്ന ആ ദാഠ്യം അത് അംഗീകരിക്കുവാൻ മുജാഹിദ് പ്രവർത്തകർക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് ആദർശ സംരക്ഷണ വേദി കെട്ടി മുജാഹിദ് പ്രസ്ഥാനത്തെയും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച ഈ മഹത്തായ ആദർശത്തെയും ഞങ്ങള് സംരക്ഷിച്ചു പോരുന്നു. അപ്പോൾ അടിസ്ഥാനം ആദർശ സംരക്ഷണം. ആ ആദർശ സംരക്ഷണത്തിന് വേണ്ടി തകർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ ഭൗതിക ചട്ടക്കൂട് അത് കൃത്യമായി പരിചരിക്കണം. അതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. അതിൽ നിന്ന് സ്വലാഹി മാറി അദ്ദേഹം സംഘടന വിദഗ്ധാണ് അല്ലെങ്കിൽ തിന്മയാണ് എന്ന മംഗളയുടെ വാദക്കാരനാണ് എന്ന് നിങ്ങൾ വരുത്തിക്കണ്ട. അതൊക്കെ സത്യത്തില് തുടക്കത്തിലാണെങ്കിൽ പറ്റും. എത്ര ആദർശ വിശദീകരണം കേരളത്തിൽ കഴിഞ്ഞു. സക്കരിയ സ്വലാഹി ആദ്യമായി നിങ്ങൾ പുറത്താക്കി 5-6 മാസം ഒതുങ്ങി നിന്നു. എന്തെങ്കിലും ഒരു തീരുമാനം വരെ ഉണ്ടാക്കുന്നവർക്ക് കത്ത് കൊടുത്തു, അപേക്ഷ നടത്തി, പലതരത്തിലും പണ്ഡിതന്മാരോട് സംസാരിച്ചു, മൈൻഡ് ചെയ്തില്ല. അവസാനം ശിർക്ക് ആരോപിച്ച് പുറത്താക്കിയപ്പോ പിന്നെ അത് സഹിക്കാൻ ഒരു മുവഹിദിന് കഴിയോ? അപ്പൊ പ്രതിരോധം എന്ന നിലയിൽ പ്രസ്ഥാനത്തിനകത്ത് ഈ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ചാരപ്രവർത്തനങ്ങൾ അദ്ദേഹം അനുഭവിച്ചതും കൃത്യമായി അറിഞ്ഞതും പുറത്തു പറയാൻ വേണ്ടി രംഗത്ത് വരിക ചെയ്തത്. അതിന്റെ ഭാഗമായി മഞ്ചേരിയിൽ ആദ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനം നിങ്ങൾ കേട്ടോളൂ. അപ്പോൾ നമ്മുടെ ബഷീർ മാസ്റ്റർ ഇവിടെ വന്ന് പറഞ്ഞത് പച്ച നുണയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. അതൊന്ന് കേട്ടോളൂ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കേന്ദ്രം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തുടങ്ങിയ വിശദീകരണ യോഗങ്ങൾ, ആദർശ വിശദീകരണം എന്ന പേരിൽ ഇത് പുറത്ത് ചർച്ച ചെയ്യാൻ പാടില്ല, ജിന്നും സീറും ഷെയ്ത്താനും സാധാരണക്കാർക്കിടയ്ക്ക് ഇറക്കാൻ പാടില്ല. അതിന് എത്ര ഹദീസായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് കിടക്കുന്ന അബൂ ഹുറൈറ പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് അടിച്ചിട്ടുണ്ട്. പറയാൻ പാടില്ലാത്ത പറഞ്ഞതുകൊണ്ടല്ലേ. കെല്ലിമിന്നാസ് അലാ ഖദ്രി ഉഖൂലിഹിം, ആളുകളെ ബുദ്ധിക്ക് പാകത്തിലുള്ളതേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. കേരളത്തിലെ മുസ്ലിം ജനത, മുജാഹിദ് ജനത അതിന് വളർന്നിട്ടില്ല ബുദ്ധിപരമായി എന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നും സിഹറും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിപ്പോൾ അത് മാത്രമേ പറയുന്നത്. ജിന്നും സീറും അല്ലാത്തൊരു വർത്താനപ്പല്ല. ഒരു സംഗമം കഴിഞ്ഞാൽ അടുത്ത സംഘം, അടുത്ത സംഘം കഴിഞ്ഞാൽ അടുത്ത സംഘം, ജിന്നോട് ജിന്ന്. എന്നാ സക്കരിയ സ്വലാഹി പുറത്തു പോയാലെങ്കിൽ ഇതൊന്ന് കുറഞ്ഞു കിട്ടുമെന്ന് വിചാരിച്ച് അതുമില്ല. ചില ആളുകളൊക്കെ ചോദിക്കും, പുറത്താക്കിയാൽ അതുകൊണ്ട് അംഗീകരിച്ചാ പോരെ. ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ലെറ്റർ പാഡും സീലും അധികാരവും കയ്യിലുള്ളവർ എന്നെ പുറത്താക്കിയിരിക്കുന്നു, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ മുജാഹിദുകളുടെ മനസ്സിൽ എന്നെ പുറത്താക്കാൻ കഴിയില്ലല്ലോ. ഈ മുജാഹിദ് സമൂഹത്തിൽ നിന്ന് ഞാൻ പുറത്തു പോകില്ല. അവരുടെ സംഘടനാ സംവിധാനം നമ്മൾ പുറത്തു പോകും ഇൻഷാ അല്ലാഹ്. ഈ തൗഹീദും സുന്നത്തും പ്രചരിപ്പിച്ചുകൊണ്ട് ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെ പോരാട്ടവുമായി ഈ ഇസ്ലാഹി കൂട്ടായ്മയുടെ കൂടെ തന്നെ ഞാൻ എന്നും ഉണ്ടാവുകയാണ്. നമ്മുടെ ആളുകൾ ചോദിക്കണം, ഇനിയൊരു ഭിന്നിപ്പോ സംഘടനയിൽ? ഒരു പിളർപ്പ് കഴിഞ്ഞ് 10 കൊല്ലം തികയുമ്പോഴത്തിന് വീണ്ടും ഇതാ. ഇല്ല സുഹൃത്തുക്കളെ, ഇത് പിളർത്താനല്ല, പിളർത്താൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ്. ചില ആളുകളുടെ താല്പര്യത്തിനും ഏകാധിപത്യത്തിനും വേണ്ടി മുജാഹിദ് സംഘടനയെ പിളർത്താൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച്. അപ്പോ വളരെ വ്യക്തമായി സഹോദരങ്ങളെ, സക്കരിയ സ്വലാഹി ഈ കേരളത്തിലെ മുജാഹിദുകളോട് പ്രഖ്യാപിച്ചത് എന്താണെന്ന് ബോധ്യായി. ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആദർശ വിശദീകരണം മഞ്ചേരിയിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമാണ്. ഇതിവിടെ ഉണ്ടായിരിക്കുകയാണല്ലോ. ഇവിടെ വന്നിട്ട് സുബൈർ മംഗളയുടെ ചിന്താഗതിക്കാരനാണ് സക്കരിയ സ്വലാഹി എന്നും അദ്ദേഹം സംഘടന തിന്മയാണെന്ന് വാദിക്കുന്നവനാണെന്നും അതുകൊണ്ട് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ആളുകളെ സംഘടന തിന്മയിലേക്ക് കൊണ്ടുപോയി പ്രസ്ഥാനം നശിപ്പിക്കുകയാണ് എന്നും നുണ പറയുമ്പോൾ ആ നുണ നാളെ റബ്ബിന്റെ കോടതിയിൽ കൃത്യമായി പൊളിച്ച് ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് ഒന്നുകിൽ ബഷീർ ഫാറൂഖി എന്ന നമ്മുടെ ഈ ജോയിന്റ് സെക്രട്ടറി എന്ത് ചെയ്യുക, തൗബ ചെയ്ത് മടങ്ങുക, അല്ലെങ്കിൽ ഇത് ബോധ്യമായതോടുകൂടി ആ കുതന്ത്രക്കാരിൽ നിന്ന് ഒഴിഞ്ഞ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഈ ആദർശ പ്രബോധന പ്രസ്ഥാനത്തോടൊപ്പം എന്ത് ചെയ്യുക, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദർശബോധമുള്ള ഈ സംഘത്തോടൊപ്പം അണിചേർന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ പരിപാടി വെച്ചിട്ടുള്ളത് എന്തുദ്ദേശത്തിലാ, ആ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി കൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ നമ്മളെ ആദർശ പ്രചരണ വേദിയിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ അബുമാഷ് പാറാട്, അദ്ദേഹം മണ്ഡലം പ്രസിഡന്റാണ്. ആ അബുമാഷ് പാറാട് പറയട്ടെ എന്തിനാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി കേട്ടോളി.
അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. അതുകൊണ്ടാണ് ഈ കടവത്തൂർ മണ്ഡലത്തിന് ഇങ്ങനെ ഒരു ആദർശ വിശദീകരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഈ എറിഞ്ഞിരികളിൽ വെക്കേണ്ടി വന്നത് എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട പഴയ മുജാഹിദ് പ്രസ്ഥാനക്കാരായ നേതാക്കളോടും അതുപോലെ വയോവൃദ്ധന്മാരായ പ്രവർത്തകന്മാരോടും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനം, ആ ആദർശ പ്രസ്ഥാനം, ആ തൗഹീദിയം പ്രസ്ഥാനം ഈ മണ്ണിൽ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനനുവദിക്കുകയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു നമ്മളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ ഭാഷണം അപ്പൊ സഹോദരങ്ങളെ, അബുമാഷ് പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനും കൂടി അത് പറയേണ്ടെന്നുള്ളതൊക്കെ മൂപ്പരെ കൊണ്ടാണ് പറയിപ്പിച്ചാണ്. ഇതാണ് ഞങ്ങൾക്ക് ഈ ഇവിടെ വെച്ചുകൊണ്ട് ഈ കടവത്തൂരിൽ വെച്ച് പറയാനുള്ളത്. ഈ പ്രസ്ഥാനത്തെ തകർക്കുവാൻ ഇതിനകത്ത് കോക്കസ് പ്രവർത്തനം നടത്തുന്ന ഇത്തരത്തിലുള്ള ഏതാനും ചില വ്യക്തികളെ അനുവദിക്കുകയില്ല എന്നാണ് മുജാഹിദ് ആദർശബോധമുള്ള അണികൾ പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനമാണ് ഇവിടെ, അല്ലാതെ വേറിട്ട് നിൽക്കണം, അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ സംരംഭങ്ങളെ നശിപ്പിക്കണം അല്ല, അതൊന്നുമല്ല. ഇവിടെ തികച്ച ഇഖ്ലാസ് മാത്രമാണ്. ഈ മഹത്തായ മുജാഹിദ് മഹല്ല് വളരെ കൃത്യമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സലഫ് സ്വാലികൾ എങ്ങനെയാണോ ദീനിനെ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള അനവധി പണ്ഡിതന്മാർ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തന്നത് കേട്ട് വളർന്നു വന്ന സമുദായമാണ്. നമുക്കിടയിൽ പ്രമാണവിരുദ്ധമായ വല്ല വിശ്വാസങ്ങളും അതുപോലെ തന്നെ പ്രമാണവിരുദ്ധമായ വല്ല ആചാരങ്ങളും ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ പെടാത്തതാണോ നമ്മളത് തുടച്ചു നീക്കേണ്ടതുണ്ട്. വല്ലതും നമ്മൾ പഠിക്കാതെ നിഷേധിച്ചു പോയ വല്ല കാര്യങ്ങളുമുണ്ടോ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായ അഖീദയിൽപ്പെട്ടതാണോ എങ്കിൽ നമ്മളത് മടികൂടാതെ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യം ഭൗതികമായ ജീവിതത്തിലെ നിലനിൽപ്പല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ്? ഫമൻ സുഹസിയാനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ രക്ഷപ്പെട്ടാൽ സ്വർഗത്തിൽ പോകുന്നുവോ അവനാകുന്നു വിജയിച്ചവൻ. സ്വർഗപ്രവേശനമാണ് നമ്മുടെ ലക്ഷ്യം, നരകമോചനമാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും അടിസ്ഥാനപരമായി സഹോദരങ്ങളെ നമ്മുടെ ജീവിതം പാരത്രിക ലോകത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്. എന്ത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ചവനാണ്. എന്തിനാണ് അല്ലാഹു സംവിധാനിച്ചത്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി ജീവിക്കുന്നത് എന്ന് നോക്കാൻ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള ഈ രണ്ട് ആധാരങ്ങളെ പൂർവ്വഗാമികളായ സഹാബത്ത്, താബിഈ, തബഅ് എങ്ങനെയാണോ നമുക്ക് കൃത്യമായി എത്തിച്ചു തന്നത്, ആ രൂപത്തിൽ കേരളത്തില് മുന്നോട്ട് പോകുന്ന നമ്മെ എങ്ങനെയെങ്കിലും സഹോദരങ്ങളെ നശിപ്പിക്കുവാൻ, നമ്മുടെ ഈ ശക്തമായ പ്രബോധന വഴിത്താരയിൽ നിന്ന് നമ്മെ ഭൗതികമായ അല്ലെങ്കിൽ അവര് ഉദ്ദേശിച്ച രൂപത്തിലേക്ക് കൊണ്ടുപോകുവാൻ അനവധി പ്രസ്ഥാനങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർക്കെല്ലാം നിരാശയോടുകൂടി മടങ്ങേണ്ടി വന്നു. കാരണം എന്താ? ഏറ്റവും കൂടുതൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് തലവേദന ഉണ്ടാക്കിയിരുന്ന, ഫിത്തനകളും കുഴപ്പങ്ങളും സൃഷ്ടിച്ചിരുന്ന ഒരു വിഭാഗമാണ് സഹോദരങ്ങളെ 2000-ന് ശേഷം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇതിന്റെ അകത്ത് തന്നെ സമാന്തര പ്രസ്ഥാനമുണ്ടാക്കി ഇതിന്റെ യുവജനത്തെ പുലർത്തിയെടുത്ത് അതുപോലെ തന്നെ അനവധി സ്ഥാപനങ്ങൾ കയ്യിലാക്കി ആധാരങ്ങൾ കൃത്രിമത്വം കാണിച്ച് പലതരത്തിലുള്ള വളണ്ടിയർ കോർ ഉൾപ്പെടെ പലതരത്തിലുള്ള സംരംഭങ്ങൾ ഇതിന്റെ അകത്തൊരുക്കി അങ്ങനെ ഈ പ്രസ്ഥാനത്തെ പുലർത്തി കഷ്ടമാക്കി പുറത്തുപോയ മടവൂരികൾ, ആ മടവൂരികൾ നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവന്നു. ആദ്യമായി അവര് പുറത്തുപോയപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത് എന്താണ്? അന്ധവിശ്വാസങ്ങൾ കേരള മണ്ണിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കുകയില്ല മുജാഹിദുകൾ. ആരോടാ പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി ഇന്ന് നിലനിൽക്കുന്ന KNM-നെ നോക്കിയിട്ട് അവർ പറഞ്ഞത് അല്ലേ? എന്നിട്ട് അതിനു വേണ്ടി അവർ ആദ്യം കൊണ്ടുവന്ന സഹോദരങ്ങളെ ഒറ്റ ആരോപണം എന്താണ്? ജിന്നും സിഹറും മുജാഹിദ് പ്രസ്ഥാനം.
ജിന്ന് സീർ പിശാച് വിഷയം. ആ വിഷയം അവർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഹദീസ് നിഷേധങ്ങളൊക്കെയായി കേരളത്തിലൊന്ന് ഓടി നോക്കി. മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 80 വർഷങ്ങളില്ലാത്ത വമ്പിച്ച വളർച്ചയാണ് സത്യത്തിൽ ഈ കൊളച്ചണ്ടി അങ്ങ് നീങ്ങിയപ്പോൾ ഉണ്ടായത്. ഉജ്ജ്വലമായ 2 സാൽവേഷനുകൾ, മഹത്തായ 2 സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ MSMന്റെ വിദ്യാർത്ഥി സമ്മേളനം, അതുപോലെ തന്നെ യുവജന വിഭാഗത്തിന്റെ ഉജ്ജ്വലമായ നേതൃനിരയുടെ പിൻബലത്തിൽ കേരളത്തിൽ അനവധി ക്യാമ്പയിനുകൾ, സമ്മേളനത്തിന് ഖണ്ഡനങ്ങൾ, സംവാദങ്ങൾ തുടങ്ങി ആദർശബോധമുള്ള ഒരു നല്ല വിദ്യാർത്ഥി സമൂഹവും യുവജന വിഭാഗവും അതുപോലെ തന്നെ കേവലം നാമമാത്രമായി നടന്നിരുന്ന പല മുജാഹിദുകളും ആദർശബോധമുള്ള മുജാഹിദുകളായി ഉജ്ജ്വലരായി പടർന്നു പന്തലിച്ചു. ഇതിൽ അരിശം പൂണ്ട മടവൂരികൾ ജിന്ന് പിശാച് സിഹർ ആരോപണങ്ങൾ നിർത്തി അങ്ങനെ മൂലയിലായിരിക്കുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന മേഖലയിൽ സമസ്തക്കാർക്കും അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിനും അതുപോലെ തന്നെ ചേകന്നൂരികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും മടവൂരികൾക്കുമൊക്കെ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു മഹത്തായ തൂലിക അഥവാ ഇസ്ലാഹ് മാസിക, ആ ഇസ്ലാഹ് മാസിക എന്ന് പറയുന്ന തൗഹീദിന്റെ അക്ഷരശബ്ദം രംഗത്ത് വരികയും വീണ്ടും അവരുടെ ഓരോ വികലവാദങ്ങളെയും മുറിയടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് സത്യത്തിലെ സമസ്തയിലെ പുരോഹിതനായ അമീദ് വൈസി അമ്പലക്കടവ് സത്യധാരയിൽ ഒരു ലേഖനം എഴുതി. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടാൻ ഒരുപാട് ദുർബലമായ വാദങ്ങളും ദുർബല ഹദീസുകളും അതുപോലെ തന്നെയുള്ള അനവധി ചരിത്രത്തിലെ സംഭവങ്ങളുമൊക്കെ ഉദ്ധരിച്ച് ഭൗതിക അഭൗതിക വ്യത്യാസങ്ങൾ മുജാഹിദുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് സമസ്തക്കാരുടെ ഇസ്തിഹാസ ശിർക്കാണെന്ന് പറയാൻ കാരണം ഞങ്ങൾ വെറുതെ മുശ്രിക്കാക്കാണെന്നൊക്കെ പറഞ്ഞ് അത് വായിക്കുന്ന ഏതൊരാൾക്കും ഒറ്റനോട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് തോന്നിക്കുന്ന ഒരു ലേഖനം. അതിന് കൃത്യമായി ഇസ്ലാഹ് മാസിക മറുപടി എഴുതി. അമീദ് വൈസി അമ്പലക്കടവിന്റെ അമ്പരപ്പിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകി പോന്നു. ആ പോന്ന ലേഖനത്തിലെ ഒരു വാചകം സന്ദർഭത്തിൽ നടത്തിയെടുത്ത മടവൂരികൾ നിലനിൽപ്പിന് വേണ്ടി മുജാഹിദുകൾക്ക് നേരെ വീണ്ടും ഒന്ന് എഴുന്നേറ്റ് നോക്കി. എപ്പോഴാണ് എഴുന്നേറ്റത്? 2007 ആ ലേഖനം വന്നതിന് ശേഷം അവർ രംഗത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു, നിങ്ങൾക്കിനി തൗഹീദ് പറയാനുള്ള ധാർമ്മിക അവകാശമില്ല, അള്ളാഹുവിന് പുറമെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്ന സമസ്തക്കാരെക്കാൾ മോശമായി നിങ്ങൾ ജിന്നിനെയും ശൈത്താനെയും മലക്കിനെയും ഒക്കെ വിളിച്ചു തേടുന്നവരാണ് എന്ന് പറഞ്ഞു. ഇത് 2007 കഴിഞ്ഞു പോയ ഒരു സംഭവമാണെങ്കിൽ അതൊക്കെ മറപ്പിച്ചുകൊണ്ട് ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ച് ഒരു പുതിയ സംരംഭമായി കേരളത്തിൽ ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫി വിലക്കെടുത്ത നമ്മുടെ ഹനീഫ കായക്കൊടി, അനസ് മുസ്ലിയാർ എന്ന 2 മൈക്കകൾ കേരളത്തിൽ അങ്ങനെ പാടി നിറക്കുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് അവര് വിചാരിക്കുന്നത്, ഓ ഇതൊരു പുതിയ വ്യതിയാനം തന്നെയാണ്. ഇത്ര കാലം മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിൽ ഉറച്ചു നിന്ന് ജനങ്ങൾക്ക് ശിർക്കിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ നമ്മിൽ തന്നെ ശിർക്കിന്റെ നാമ്പ് പുറപ്പെട്ടല്ലോ. ഈ സക്കരിയ സലാഹിയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളും കേരളത്തിൽ ശിർക്കിന്റെ വിത്ത് പാകിയല്ലോ. അതുകൊണ്ട് നമ്മെ ഇതാ ശിർക്കിന്റെ വക്കിൽ നിന്ന് കൂട്ടമായി സ്വർഗത്തിന്റെ തൗഹീദിന്റെ മാർഗത്തിലേക്ക് രക്ഷിച്ച മിശിഹയാണ് നമ്മുടെ അബ്ദുറഹ്മാൻ സലഫി എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോ ചില ആളുകളെങ്കിലും പഴയത് മറന്നു പോയിട്ടുണ്ടാവും. മറക്കണ്ട, ഇത് തുടങ്ങി വെച്ചത് ആരാണെന്നും ഇതിന്റെ അപ്പോസ്തലന്മാർ കേരളത്തിൽ ആരാണെന്നും ആ അപ്പോസ്തലന്മാരിൽ നിന്ന് ഇത് കടമെടുത്തവരുടെ നിലവാരം എത്രത്തോളമാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ അനസ് മുസ്ലിയാർ തന്നെ, ഹനീഫ കായക്കൊടി തന്നെ സഹോദരങ്ങളെ ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു ഗംഭീരമായ സംസാരം നിങ്ങൾ കേൾക്കണം. പ്രസക്തമായ ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ജബ്ബാർ മൗലിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വരുമ്പോൾ ജബ്ബാർ മൗലിക്ക് അങ്ങനെ വാദമില്ല എന്ന് അനസ് മുസ്ലിയാർ പറയുമ്പോൾ അവിടെ ജബ്ബാർ മൗലവി എനിക്കങ്ങനെ വാദമില്ല എന്ന് പറയുന്നത് കൂടെ നമ്മൾ ആ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായി ഒന്ന് കേൾക്കുക. പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത്. അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം, വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നവരാണ്
എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം മുഷിയാക്കന്മാരുമായി സംവാദങ്ങൾ നടത്തുന്നു. ഇത് കണ്ടപ്പോൾ ഹാലിളകിയ ഒരു വിഭാഗം, നമ്മുടെ നാട്ടിൽ അഡ്രസ് ഇല്ലാതെ പോയൊരു വിഭാഗം, അവർക്ക് വല്ലാത്ത പ്രയാസമായി. അവർ നാടുനീളെ പ്രചരിപ്പിച്ചു, ജിന്നിനോട് പ്രാർത്ഥിക്കാമോ എന്ന് കുന്നത്തേരി സംവാദത്തിൽ വെച്ച് ചോദിച്ചിട്ട് മുജാഹിദ് മൗലവിമാര് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടുനീളെ പ്രചരിപ്പിച്ചു. എന്ന് മാത്രമല്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന പച്ച നുണ നമ്മുടെ നാടുനീളെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ നുണ പ്രചരിപ്പിക്കുമ്പോൾ, ഈ കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് അതിനു വേണ്ടി അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ഈ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹ് അഥവാ ആ ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക, ഈ ഇസ്ലാഹ് മാസികയിൽ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട്. എന്താണ് ആ ലേഖനം എന്നറിയുമോ? നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ അമ്പലക്കടവ് ഫൈസി, നേരത്തെ കണ്ട അമ്പലക്കടവ് ഫൈസി, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല, ഭൗതികം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട്, അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം, ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ, ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദുകൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ, ദൃശ്യാദൃശ്യ വിശദീകരണം നടത്തുമ്പോൾ, കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ, അഭൗതിക ഭൗതിക വ്യത്യാസങ്ങളെ വിശദീകരിക്കുമ്പോൾ, അങ്ങനെ കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ചുട്ട മറുപടി മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പും നൽകാറുണ്ട്, ഇപ്പോഴും നൽകാറുണ്ട്, എന്നും നൽകാറുണ്ട്. അങ്ങനെ പൊതുവായി എല്ലാവരും നൽകാറുള്ള ഒരു മറുപടിക്ക് സമാനമായ മറുപടി ജബ്ബാർ മൗലവി നൽകിയപ്പോൾ സാധാരണക്കാർക്ക് അവർക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിൽ നിന്ന് ആ ലേഖനത്തിന്റെ ഒരു പരാമർശത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഊരു ചുറ്റുന്ന മടവൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ പരാമർശം എന്നറിയുമോ? ഞാൻ വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ആ പരാമർശം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വടിയെറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ജിന്നുകളോട് അതേ പ്രകാരം മലക്കുകളോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവരോട് സഹായം തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം അത് പറയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാര്യം പറയട്ടെ. തെറ്റുകളോട് ആരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കൽ ചുരുക്കാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്നാൽ
ജിന്നുകളോടോ മലക്കുകളോടോ സഹായം തേടാമെന്നോ ഈ ആരോപിക്കപ്പെടുന്ന ഇങ്ങനെ പറയുന്ന പ്രസിദ്ധീകരണങ്ങളിൽ എവിടെയും അങ്ങനെ ഈ ആ ആരോപിക്കപ്പെടുന്ന 2007 ഏപ്രിൽ മാസത്തില് ഇസ്രായേൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഇസ്രായേൽ അങ്ങനെ വേണം തേടണം എന്നത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എപ്പോഴാണ് പ്രാർത്ഥന ആവുക, പ്രാർത്ഥന ആവാതിരിക്കുക എന്നുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ വിശദീകരണത്തിലൂടെ കാര്യം മനസ്സിലാക്കുക. ഇവിടെ എങ്ങനെ തേടണമെന്നോ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണം